ഡെയിലി മുറ്റടിക്കാത്തതുകൊണ്ട് തന്നെ ഗ്യാപ്പിട്ടിട്ടല്ല മുറ്റടിക്കുക. അപ്പം അതുകൊണ്ട് ഇതേ കരടുകൾ കുറച്ചുണ്ടാവും അടിച്ചെടുക്കാൻ. അപ്പം ഇന്ന് ഇതേ പടി തൊട്ട് മൊത്തം അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തിട്ടോ പുതുക്കുളങ്ങരക്കാവ് എന്ന് പറയും, അവിടുത്തെ പൂരം കൂടിയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് ഫ്രണ്ടും എല്ലോടും ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെയാട്ടോ ഈ മുറ്റടി മൊത്തത്തിൽ എടുക്കണത്. പിന്നെ മഴ പെയ്തിട്ടും അതേട്ടോ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കുറേ സമയം എടുത്തിട്ടാട്ടോ ഞാൻ മുറ്റടിച്ചിരിക്കണത്. എൻ്റെ ഇടയ്ക്ക് ഇതേ തേജയ്ക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുന്നേരുണ്ട് കേട്ടോ. കാരണം ഞാൻ തേജു വെള്ളം എടുക്കുന്ന ഇടയ്ക്കിനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വേഗം വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുന്നു. പിന്നെ നമ്മുടെ ആ ഗ്രാസ് ഉണ്ടല്ലോ, ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇത് ഞാൻ വേണമെന്ന് വെച്ചിട്ട് തന്നെ കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തത്. കാരണം ഇതും കൂടി നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തു വെച്ചെങ്കിൽ ഞാനൊരു കുഴി മടിച്ച് പൂട്ടെ. ഇതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കും കാലത്തൊക്കെ മേലാണെങ്കിൽ നല്ലോണം പണിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഗ്രാസൊക്കെ ഇതേ വെട്ടി ഇങ്ങോട്ട് പടർന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ പൂരം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ സെന്ററിലെ സ്കൂളിലെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. നാടകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് സുധി ചേച്ചി ഇങ്ങനെ അടിച്ചു വരുമ്പോൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, നാടകം ഉണ്ട് പോരാ, അവരൊക്കെ പോകുന്നുണ്ട്. വിൻഷേട്ടൻ വരാൻ വൈകണോണ്ട് തന്നെ വിൻഷേട്ടനെ കാക്കാൻ പറ്റില്ല. അപ്പം അവരുടെ കൂടെ പോരേന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അടിച്ചോറിൽ സ്പീഡാക്കിയിട്ടാ. അങ്ങനെ ആ ഗ്രാസൊക്കെ വെട്ടി വൃത്തിയാക്കിയപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് നടന്നു കേട്ടോ. കാരണം ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മുറ്റടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സുധി ചേച്ചി പോരണില്ലേ എന്ന് ചോദിച്ച് വിളിച്ചപ്പോഴാണ് ഞാൻ ചടുപിടുന്ന കുളിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പുറപ്പെട്ടിട്ട് ഞങ്ങൾ അവരുടെ കൂടെ പോവാട്ടെ. അപ്പോൾ തേജുവിൻ്റെ ഫ്രണ്ട്സും മിച്ചും നിവേദും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ സെന്ററിൽ എത്തിയിട്ട് ചാത്തന്നൂർ സെന്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിന്റെ അലങ്കാര പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. മേയം വെക്കുന്നുണ്ട് കേട്ടോ. അത് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ നേരെ സ്കൂളിൽ കയറി. ഇവിടെ LP സ്കൂളിലാട്ടോ പരിപാടി നടക്കണത്. നാടകമായിരുന്നു. അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു നാടകം കാണണത്. ചെറുപ്പത്തിലൊക്കെ കണ്ടതായിട്ട് നല്ലൊരു ഓർമ്മ ഉണ്ട് കേട്ടോ എനിക്ക്. ചെറുപ്പത്തിൽ 4, 3 അങ്ങനെയൊക്കെ ആ ഒരു പ്രായത്തില്. പിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ സ്കൂളായതുകൊണ്ട് തന്നെ കുട്ടികളുടെ കളിക്കാനുള്ള ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ തേജും പിള്ളേരും അവിടെ പോയിരുന്നു. പിന്നെ ആദരവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ നമ്മുടെ പരിപാടി തുടങ്ങി കേട്ടോ. അപ്പൊ എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കണ്ടിരിക്കാൻ നാടകം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ടതാണ്. പിന്നെ ഈ ഒരു സോങ്ങിന്റെ പോർഷനൊക്കെ എത്തിയപ്പോഴല്ലോ ശരിക്കും ഒരു സിനിമ കണ്ട ഫീൽ ആടുന്നുണ്ട്. ഒരു തെലുങ്ക് മൂവി ഒക്കെ ഉണ്ടായില്ലേ നമ്മുടെ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യണത്, അതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പോവപ്പോൾ ഫുള്ളായിട്ട് കാണാൻ നിന്നില്ല കേട്ടോ. പിന്നെ നേരം മെഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുത്തുവിട്ട പിള്ളേർക്ക്. പിന്നെ നമ്മൾ ആനച്ചമ്മയും ഇവിടെ വന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞിറങ്ങണ നേരത്തെ തന്നെയായിരുന്നു കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഓരോരുത്തരായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ തൊട്ടിട്ട് അമ്പലം വരെ ലൈറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ പഠിക്കലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാനും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.